സ്നേഹമുള്ളവരെ, എന്താണ് സ്നേഹം? വല്ലാത്തൊരു വികാരമാണത്. ഏത് ഭാഷയിലാണെങ്കിലും എത്രയേറെ വാക്കുകൾ ഉപയോഗിച്ചാലും നിർവചിക്കാൻ വയ്യാത്ത ഒരു വികാരം. എത്ര ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു ആശയം. കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര ദൂരത്ത് നിന്നാണ് എങ്കിൽ പോലും, മറ്റ് ഗ്രഹങ്ങളിലാണെങ്കിൽ പോലും ദൂരപരിധി ലംഘിച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ചില തരംഗങ്ങളാണ്, ഊർജത്തിൻ്റെ തരംഗങ്ങളാണ് സ്നേഹം. തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൽ ഒരു തിളക്കമുണ്ടാകുന്നതിന്, ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയിക്കുന്നതിന് വേണ്ടി അമ്മയെടുക്കുന്ന മഹാത്യാഗമാണ് സ്നേഹം. ഇഷ്ടപ്പെട്ടവരുടെ ഇടയിലുള്ള വേവ് ലെങ്ത് കുറയ്ക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കെമിസ്ട്രിയാണ് സ്നേഹം. മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല, ആൽബട്രോസ് എന്ന് പറയുന്ന വലിയ പരുന്ത് സമാനമായിട്ടുള്ള പക്ഷികൾ കിലോമീറ്ററുകൾ താണ്ടി വർഷത്തിലൊരിക്കൽ തൻ്റെ ഇണയെ തേടി വരുന്ന ഉള്ളിലുള്ള വികാരമാണ് സ്നേഹം. യുവാൽ നോവ ഹരാരി തൻ്റെ സാപ്പിയൻസ് എന്നുള്ള വിഖ്യാതമായിട്ടുള്ള പുസ്തകത്തിൽ പറയും, ഇതൊന്നുമല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ഒരു ചതിവാണ്. ബയോളജിക്കൽ ബ്രൈബറിയാണ് സ്നേഹം. ബുദ്ധിക്ക് തെളിച്ചം വരുന്ന കാലഘട്ടത്തിൽ, അതായത് ഏതാണ്ട് മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിന് 70,000 വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ബുദ്ധി ഉറച്ച മനുഷ്യൻ തൻ്റെ ഇണയെ നോക്കിയപ്പോൾ അവളുടെ കണ്ണിലേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കാൻ അവനെ പ്രേരിപ്പിച്ച ആ വികാരം. ഇതുവരെയും ഇണചേരുന്നതിന് മാത്രമായിട്ട് തൻ്റെ കൂട്ടാളിയെ കണ്ട അവന് ഇണചേരുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് ജീവിതകാലം മുഴുവനും കൂടെ കൂട്ടാനായിട്ട് അവൻ്റെ ഉള്ളിൽ തോന്നിയ, ചേർത്ത് പിടിക്കാൻ തോന്നിയ, ഹൃദയതുല്യം പ്രാണതുല്യം കരുതാൻ തോന്നിയ ആ വികാരത്തിനാണ് സ്നേഹം എന്ന് പറയുന്നത്. മാനുഷികമായിട്ടുള്ള സ്നേഹം, പ്രകൃതിയിലുള്ള സ്നേഹം ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ഈ സ്നേഹത്തിൽ നിന്നിട്ടാണ് ദൈവം തൻ്റെ വികാരം മനുഷ്യനോട് പ്രകടമാക്കിയത്. ഇന്ന് സ്നേഹത്തിൻ്റെ തിരുനാളാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിന് ശേഷം പറയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. താൻ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്ന്, ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന്, നമ്മളെങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് ജീവിതത്തിലൂടെ, പ്രവൃത്തികളിലൂടെ, അസ്തിത്വത്തിലൂടെ കാണിച്ചു തന്നു. വിശുദ്ധ യോഹന്നാനാണ് സ്നേഹത്തെ പറ്റിയിട്ട് ഒരുപാട് എഴുതിയിട്ടുള്ളത്. യോഹന്നാൻ്റെ ലേഖനങ്ങളും സുവിശേഷവുമൊക്കെ സ്നേഹത്തിൻ്റെ ഒരു വീരഗാഥ തന്നെയാണ്. യോഹന്നാൻ മാത്രമാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. മറ്റു സുവിശേഷങ്ങളിൽ ദിവ്യകാരുണ്യത്തെ, വിശുദ്ധ കുർബാനയെ വിവരിക്കുന്നത് യേശു അപ്പ് എടുക്കുകയും മുറിക്കുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്ത് ശിഷ്യന്മാർക്ക് കൊടുത്ത് തൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടാണെങ്കിൽ യോഹന്നാൻ അതിനെ ഒരു സ്നേഹത്തിൻ്റെ ഗാഥയായിട്ട് മാറ്റി. യോഹന്നാൻ ഒരു ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനായിരുന്നു. തൻ്റെ സുവിശേഷം ആദ്യം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ 3 വാചകങ്ങൾ കൂട്ടി വായിച്ചാൽ എന്താ നമുക്ക് മനസ്സിലാവുക? ഭാഷാവിദഗ്ധരുടെ അടുക്കൽ കൊണ്ടുപോയാൽ പറയും, അതിൽ വലിയ തെറ്റുണ്ട്. അതിൽ കൂടെയായിരുന്നു, വചനം തന്നെയായിരുന്നു. ഒന്ന് കൂടെയായിരിക്കുകയും അത് തന്നെ ആയിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? പക്ഷേ യോഹന്നാൻ അതിനെ വിശദീകരിക്കുന്നത് സ്നേഹമെന്നുള്ള ഒരു ആയുധം വെച്ചിട്ടാണ്. യേശുവിൻ്റെ പക്ഷത്തിൽ അന്ത്യത്താഴ് സമയത്ത് അവൻ ചാരിക്കിടന്നത്രേ. ഹൃദയത്തോട് തല ചേർത്ത് വെച്ചു. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ അലയടികൾ യോഹന്നാൻ്റെ ബുദ്ധി നിറഞ്ഞ തലച്ചോറിലേക്ക് വന്നപ്പോൾ യോഹന്നാന് സ്നേഹത്തിൽ കുതിർന്ന ഒരു ബുദ്ധി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റി. എങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് യോഹന്നാന് പറയാൻ സാധിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ സ്നേഹത്തെക്കാളും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രം നമ്മളൊരു വാക്ക് പറയും. ആ വാക്കിൽ സ്നേഹമെന്നുള്ള വാക്ക് പക്ഷേ ഇല്ല. അത് ദിവ്യകാരുണ്യം എന്നുള്ള വാക്കാണ്. അവിടെ ദൈവത്തിൻ്റെ കരുണ, അതാണ് ദിവ്യകാരുണ്യം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഈ ദൈവകാരുണ്യത്തിൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ്റെ സ്നേഹത്തെക്കാളും ഒന്നാമതായിട്ട് ദൈവത്തിന് ആരെയും സ്നേഹിക്കേണ്ട ആത്യന്തികമായിട്ടുള്ള
അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള അസ്തിത്വപരമായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റില്ല, ഒരു മാതാപിതാക്കൾക്കും. അതുകൊണ്ടാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സ്നേഹക്കുറവിൽ മാതാപിതാക്കൾ ആവലാതിപ്പെടുന്നത്. മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാതിരിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മളെ നിർബന്ധിക്കുന്ന ഒന്നാണ്. പരസ്പരം സ്നേഹിച്ചേ പറ്റൂ നമുക്ക് ആരെയെങ്കിലുമൊക്കെ. എന്നാൽ ദൈവത്തിനാകട്ടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 ദൈവിക വ്യക്തികളുടെ ആളത്തങ്ങളുടെ കൂട്ടായ്മയാണ് തൃത്വം എന്നുള്ളത് കൊണ്ട് പിതാവിന് ആവശ്യമായിട്ടുള്ള സ്നേഹം പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും, പരിശുദ്ധാത്മാവിനാവശ്യമായിട്ടുള്ള സ്നേഹം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും, പുത്രനാവശ്യമായിട്ടുള്ള സ്നേഹം പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്നുമൊക്കെ കിട്ടുന്നത് കൊണ്ട് മനുഷ്യരവരെക്കാളും താഴെ നിൽക്കുന്ന ഒരു സൃഷ്ടി മാത്രമാണ് എന്നുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല. ഒരു കാര്യവുമില്ലാതിരുന്നിട്ട് സ്നേഹിക്കുക എന്നുള്ളൊരാവശ്യമല്ലാതിരുന്നിട്ട് കൂടെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതിന് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. മാത്രവുമല്ല, മനുഷ്യരുടെ ലെവലിലേക്ക്, തലത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. തൃത്വത്തിൽ ഒരാളായിരുന്ന പുത്രൻ തമ്പുരാൻ മനുഷ്യനായിട്ട് തന്നെ പിറക്കുക, മനുഷ്യനായിട്ട് താതാത്മ്യപ്പെടുത്തുക. മനുഷ്യനെ പോലെ വിശപ്പും ദാഹവും സഹിക്കുന്നു, മനുഷ്യനെ പോലെ ചിന്തിക്കുന്നു, മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നു. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരികയും അവസാനം മനുഷ്യൻ്റെ എല്ലാ സഹനങ്ങളും ഏറ്റെടുത്ത് മരിക്കുകയും അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുകയും തൻ്റെ ശരീരം നമുക്ക് തരികയും ചെയ്യുകയാണ്. തന്നെ നമുക്ക് തരികയാണ്. ഇങ്ങനെ ആവശ്യമില്ലാതിരുന്നിട്ട് കൂടെ മനുഷ്യൻ്റെ ലെവലിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രത്യേകത. അതാണ്. മാത്രവുമല്ല, നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും ഈ ദിവ്യകാരുണ്യത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിനെ കരുണയാക്കി മാറ്റുന്നത്. നമുക്കൊക്കെ സ്നേഹിക്കാൻ ഇന്ധനം വേണം. സ്നേഹത്തിൻ്റെ ഇന്ധനം സ്നേഹം തന്നെയാണ്. എത്ര നാൾ നമുക്ക് തിരിച്ച് സ്നേഹമില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ പറ്റും? നമ്മൾ പറയും ശത്രുക്കളെ സ്നേഹിക്കണം. എത്ര നാൾ പറ്റും നമുക്ക് എന്നുള്ളത്. അവിടെ ദൈവിക സ്നേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ചേർക്കപ്പെടാതെ ഒരിക്കലും തിരിച്ച് സ്നേഹം കിട്ടാത്ത ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഇന്ധനമില്ലാത്ത സ്നേഹത്തിനാണ്, ഇന്ധനം ആവശ്യമില്ലാത്ത സ്നേഹത്തിനാണ് കരുണ എന്ന് നമ്മൾ പറയുന്ന അവിടെ. ഇവിടാണ് ദൈവസ്നേഹത്തിൻ്റെ, ദൈവകരുണയുടെ പ്രത്യേകത. അതാണ്. അതുമാത്രവുമല്ല, നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത്. നമുക്ക് ആ സ്നേഹത്തിലേക്ക് പരമാവധി ചേർന്നിരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ സ്നേഹത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാകും എന്നുള്ളതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമുക്ക് ഈ സ്നേഹം അനുഭവിച്ചാൽ പിന്നെ മറ്റൊരു സ്നേഹത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കില്ല എന്നുള്ളതും യേശു പറയുന്നുണ്ടല്ലോ. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്ന ഒരുവരും പിന്നീട് ദാഹിക്കുകയില്ല. അങ്ങനെ വേറൊരു സ്നേഹവും ഇല്ലെങ്കിൽ പോലും നമുക്ക് തൃപ്തിയോടുകൂടെ ജീവിക്കാൻ പറ്റുന്നത് ദിവ്യകാരുണ്യം. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാവിൽ അലിഞ്ഞു തരുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പേരാ ദിവ്യകാരുണ്യം. നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ, അൾത്താരയുടെ ഏകാന്തതയിൽ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പേരാ ദിവ്യകാരുണ്യം. നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്ന് നമ്മളെ കാണുകയും നമ്മളെ കേൾക്കുകയും നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാവുന്ന തരത്തിൽ, നമുക്ക് തൊടാവുന്ന തരത്തിൽ, രുചിക്കാവുന്ന തരത്തിൽ സ്നേഹത്തിനൊരു രൂപം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹമാണ് ദിവ്യകാരുണ്യം. ഇന്ന് എന്നെന്നും നമ്മളോടുകൂടെ കരുണയുടെ രൂപത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് യേശു കൂദാശ സ്ഥാപിച്ച ദിവസമാണിന്ന്. അവൻ നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നുവെന്ന് മാത്രമല്ല, ഒരു അപ്പത്തിൻ്റെ രൂപത്തിലായി നാവിലലിയാവുന്ന തരത്തിൽ ആ സ്നേഹത്തിന് ഇല്ലാതെ സ്നേഹം വരുമ്പോൾ ഈ അപ്പമായിട്ടുള്ള അതിൽ വസിക്കുന്ന യേശു സ്നേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ നാവിലലിഞ്ഞു ചേർന്ന് ഇല്ലാതായിത്തീരുന്ന ആ സ്നേഹം എന്നും ലോകത്തിൽ വേണമെന്ന് അവൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് തൻ്റെ മാത്രമായിട്ടിരിക്കാൻ കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്ത് അതിനു വേണ്ടിയിട്ട് അവൻ പൗരോഹിത്യം എന്നുള്ള ദാനം സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നിൻ്റെ പ്രത്യേകത, സ്നേഹത്തിൻ്റെ പ്രത്യേകത. അതായത്
തൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കണം, തൻ്റെ സ്വന്തമായിരിക്കണം ഇവരൊക്കെ. എന്നാൽ അവരൊന്നും ദൈവമല്ല. അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും മനുഷ്യരുടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും വിശപ്പും ദാഹവും ഒക്കെ ഉള്ളവരുമായിരിക്കണം. അതായത് മനുഷ്യനെ മനസ്സിലാക്കുന്ന, എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന അങ്ങനെയുള്ള മനുഷ്യരെ ദൈവം കണ്ടെത്തി എന്നും ദൈവത്തിൻ്റെ സ്നേഹം വെച്ച് വിളമ്പാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മനുഷ്യരെ കൗതാശികമായിട്ട് തിരഞ്ഞെടുത്ത് മാറ്റിയ ഒരു ദിവസമാണ് ഇന്ന് പെസഹ വ്യാഴം എന്ന് പറയുന്നതാണ്. ഈ പുരോഹിതർ അവർ ദൈവത്തിൻ്റെ ഹൃദയത്തിലായിരിക്കണം, ദൈവത്തോടൊപ്പം ആയിരിക്കണം. ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്ന് ദൈവത്തിൻ്റെ സ്നേഹം നുകർന്നിട്ട് ആ സ്നേഹത്തിൻ്റെ പാരമ്യം എന്താണ് എന്ന് മാനുഷികമായിട്ടുള്ള രീതിയിൽ മനുഷ്യരെ പറഞ്ഞു മനസ്സിലാക്കുകയും ആ സ്നേഹത്തിലേക്ക് മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അല്ല, ആ സ്നേഹം അപ്പത്തിൽ നിറയുമ്പോൾ ആ അപ്പം മനുഷ്യൻ്റെ നാവിൽ വെച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ കുറേ പേരെ വിളിക്കുകയും ചെയ്ത അങ്ങനെ കൗതാശികമായിട്ട് പൗരോഹിത്യത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ പെസഹ വ്യാഴം എന്നുള്ളത്. അതിനാൽ പ്രിയമുള്ളവരെ, സ്നേഹത്തെ പറ്റിയിട്ട് നമുക്കൊന്നും മനസ്സിലാകില്ല, എന്തുമാത്രം പറഞ്ഞാലും അനുഭവിക്കുക എന്നുള്ളത്. ആ പാദാന്തികത്തിലിരുന്ന് മറിയം ദൈവത്തിൻ്റെ സ്നേഹം നുകർന്നതുപോലെ ആ പാദാന്തികത്തിലിരുന്ന് മനസ്സിലാക്കേണ്ടതാണ് ദിവ്യകാരുണ്യം എന്താന്ന്. ദിവ്യകാരുണ്യത്തെ മനസ്സിലാക്കുമ്പോൾ പൗരോഹിത്യത്തെ ബഹുമാനിക്കും, പൗരോഹിത്യത്തെ മനസ്സിലാക്കുമ്പോൾ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കും. നമുക്ക് നമ്മുടെ വളർച്ചയുടെ, നമ്മുടെ കൂട്ടായ്മയുടെയൊക്കെയും ഏറ്റവും വലിയ അടിസ്ഥാനം ദിവ്യകാരുണ്യം ആയിരിക്കട്ടെ. സമുദായ ശാക്തീകരണത്തെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പറയുകയും റാലി നടത്തുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ എന്താണ് ഈ സമുദായ ശാക്തീകരണം എന്ന് കൂടെ ചിന്തിക്കണമെന്ന്. വിശുദ്ധ കുർബാനയുടെ താഴെ ഇരുന്ന്, വിശുദ്ധ കുർബാനയുടെ വട്ടമിരുന്ന് ഈ കുർബാനയോട് ഒരുമിച്ച് ചേർന്ന് വളരുന്ന ആ ഒരു ശക്തിപ്പെടലല്ലേ സത്യത്തിൽ സമുദായ ശാക്തീകരണം എന്ന് പറയുന്നത്. ദിവ്യകാരുണ്യത്തെ ഒഴിവാക്കിയിട്ടുള്ള ശക്തീകരണങ്ങൾക്കാണ് ഇന്ന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. ശക്തി പ്രകടനങ്ങളായി അപ്പോൾ സാമുദായിക ശാക്തീകരണത്തിൻ്റെ മേഖലകൾ മാറുകയാണ്. ശക്തി പ്രകടനം അല്ലാതെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് കുർബാനയുടെ ചുറ്റുവരുന്ന് കുർബാനയിലേക്ക് വളർന്ന് അങ്ങനെ ഒരു കുർബാന നമ്മളെ ഒന്നാക്കി മാറ്റുന്ന അനുഭവമാണ് സമുദായ ശാക്തീകരണം. അതിലേക്ക് വളരാൻ നമുക്ക് കഴിയട്ടെ. നമുക്കെല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ അപ്പം എന്നും നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധ കുർബാന കുറവില്ലാതെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ ശാക്തീകരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് വളരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദിവസത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദ ബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.